എന്തായാലും എന്റെ വിരട്ട് ശരിക്കും ഏറ്റിട്ടുണ്ട്. സംഗതി അവളുമാര് പുറത്തു വിട്ടിട്ടില്ലെന്നുള്ളത് ഉറപ്പാ. എങ്കിലും ഒരു തടവയ്ക്കാനുള്ള മുൻകരുതലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എങ്ങനെ? അതൊക്കെ ഒരു തന്ത്രമാണ് എന്റെ വിനോദേ. എന്ത് തന്ത്രം ചെയ്താലും വേണ്ടിയില്ല, അതിങ്ങളെ ഒന്നുകൂടി വിളിപ്പിക്ക് തോമാച്ച. നീ ആള് കൊള്ളാമല്ലോടാ. ഡൽഹിന്നൊരു കോളുണ്ട്. ഹലോ, യാ ഡാഡിയാണോ? വിനോദ ഡാഡി. ഫൈൻ. അത് പിന്നെ പറയാം. നോ ഡാഡി, നെവർ നെവർ. യാ ഇവിടെ ഉണ്ട്, കൊടുക്കാം. യാ നമസ്കാരം ഭാസ്കർജി. ഒരു കുഴപ്പമില്ല. കൊഞ്ചും ചെറുമീനും ഒക്കെ കൂട്ടി നല്ല കുട്ടിയായിട്ടിരിക്കുക. ബൈ ദ ബൈ, അവിടുത്തെ പ്രോബ്ലം എന്തായി? അതൊരു പ്രശ്നമേ അല്ല. ഒരാഴ്ചയോ ഒരു മാസമോ എത്ര നാൾ വേണമെങ്കിലും എന്റെ കൂടെ നിന്നോട്ടെ. ദിസ് പ്ലേസ് ഈസ് മോസ്റ്റ് കംഫർട്ടബിൾ ഫോർ ഹിം. അവിടുത്തെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് കൊണ്ടുപോയാൽ മതി. വിനോദിന് കൊടുക്കണോ? ഓക്കെ ഓക്കെ, താങ്ക് യു. നിന്നെ ഡാഡിക്ക് ഒട്ടും വിശ്വാസമില്ല കേട്ടോ. ഞാൻ കൊടുത്ത് ഉറപ്പൊക്കെ കേട്ടല്ലോ. നല്ല കുട്ടിയായിട്ട് ഞാൻ പറഞ്ഞ കാര്യം ശരിയാക്കി തന്നില്ലെങ്കിലുണ്ടല്ലോ. എന്താ തോമാച്ച, ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? ചന്ദ്രു, വാ വാ വാ. ഇത് നമ്മുടെ ഭവാനിയമ്മയുടെ മൂത്ത മോനെ. സാറിനെ വന്ന് കാണണമെന്ന് മേസ്ത്രി പറഞ്ഞു. ഞാൻ പറഞ്ഞു വിട്ടതാ. എന്താണാവോ? നാണമില്ലടാ നിനക്ക് ആ രാമുവിന്റെ പിച്ചച്ചട്ടി കൈയിട്ട് വരാൻ. ചട്ടം വിത്തരം കാണിച്ചിരുന്ന അച്ഛനെ പോലെ കിടക്കാവുന്നതാണോ? അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? വലത്തെ കാലിന് ഇത്തിരി സ്വാധീനമുണ്ട്, അതുകൊണ്ടുള്ള മേട ഇപ്പോ. കൊള്ളാം. ഞാൻ നിന്നെ വിളിപ്പിച്ചത് വേറൊരു കാര്യം പറയാനാ. പറമ്പിലെ കാര്യങ്ങൾ നോക്കാൻ മേസ്ത്രിയും കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല. നീയും കൂടെ കൂടിക്കോ. ചട്ടം പിത്തരം ഒന്നും കാണിക്കാതെ മര്യാദയ്ക്ക് നിന്നോണം. ഒന്നും അടിക്കുന്നോ? അയ്യോ പിടിയടാ. ഞാൻ ഈ കാര്യത്തിൽ വലിയ ഭവ്യതൊന്നും വേണ്ടടാ. വേണമെങ്കിൽ ഒന്ന് അടിച്ചോ. എന്നാ. അയ്യോ സോഡ വേണ്ട. ഓ മൈ ഗോഡ്, ഇങ്ങനെ കഴിച്ചാൽ ലിവർ അടിച്ചു പോവും. വെള്ളം ഒഴിച്ചാൽ അതിന്റെ എരും പുളിയൊക്കെ പോവും, അതുകൊണ്ടാ. പിന്നെ ഭവാനിയമ്മ എന്താ ഇപ്പൊ ഇങ്ങോട്ട് കാണാത്തെ? ആ തള്ളേന്റെ കാര്യമൊന്നും പറയണ്ട സാറേ. 2 ദിവസം പണിയെടുത്താ 3 ദിവസം കിടപ്പാ. അപ്പൊ ആള് കിടപ്പിലാണോ? ഞാൻ വീട്ടിലേക്ക് പോയിട്ട് 3-4 ദിവസമായി. ഒരു പണിയേ, ഇത് ഭവാനിയമ്മയ്ക്ക് കൊടുത്തേക്ക്. മരുന്ന് വല്ലതും വാങ്ങിച്ച് കഴിക്കാൻ പറ. പിന്നെ സുഖമില്ലെങ്കിൽ അവര് വരണ്ട, വാസന്തിയോട് വരാൻ പറ. 10 രൂപ കിട്ടുന്നെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിലോട്ട് ആയിക്കോട്ടെ. എന്താ പറയാം? പറ്റേ സാറേ. രൂപ വീട്ടിൽ കൊടുക്കണം, ഞാൻ ചോദിക്കും. തന്ത്രം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായോ? മന്ത്രം പഠിച്ചവൻ തന്ത്രി, തന്ത്രം പഠിച്ചവനോ മന്ത്രി. ലക്ഷ്മി, കുറെ നേരമായാലോ രണ്ടുപേരും കൂടെ പുന്നാറ് തുടങ്ങിയിട്ട്. വന്ന് അവർക്ക് കാപ്പി എടുത്ത് കൊടുക്കുവന്നെ. അമ്മേ, വെറ്റില പാത്രം വെച്ചിരിക്കണേ. വരുന്നു മോനെ. എനിക്ക് 9 വയസ്സുള്ളപ്പോ അച്ഛൻ മരിച്ചു. സ്കൂളിൽ പോക്ക് നിർത്തി അന്ന് ഇറങ്ങിയതാ പണിക്ക്. ചേച്ചിയെ കെട്ടിച്ചു. ഇപ്പോ ഞാനും അമ്മയും മാത്രം. സ്വന്തമായി 5 സെന്റ് മണ്ണുണ്ട്, അതിലൊരു കൊച്ചു വീടും. തേച്ചിട്ടില്ല, ഇനി വേണം ഒക്കെ ചെയ്യാൻ. അല്ലെങ്കിലും പെണ്ണും പെടക്കോഴി ഉണ്ടെങ്കിലല്ലേ കാര്യങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാവുള്ളൂ. തീരെ വയ്യാത്തോണ്ടാ, ഇല്ലെങ്കിൽ തള്ളയും കൂടെ വന്നേനെ. അച്ഛനാ. ഓ ഇരിക്കെ. നിനക്ക് എന്ത് പണിയാന്നാ പറഞ്ഞേ? താറാവ് കൃഷിയാ. ഓ, താറാവുകാരന്മാർ ചെല്ലുന്നിടത്തൊക്കെ സംബന്ധം കൂടുന്ന കൂട്ടരാ. നമ്മുടെ വൈകൻ അക്കൂട്ടത്തിലുള്ള ആളല്ല. എന്തായാലും 10 റുപ്യന്റെ പോലും സ്ത്രീധനം വേണ്ടാന്ന് പറഞ്ഞല്ലോ, അതൊരു വലിയ കാര്യമാ. അല്ല, നാട്ടുകാരും പറഞ്ഞിങ്ങനെ ഇരുന്നാ മതിയോ? മറ്റു കാര്യങ്ങള്
എന്നാ വാസന്തി ഇങ്ങോട്ട് വിളിച്ചോളൂ. തുലാം 12-ാം തീയതി നല്ലൊരു മുഹൂർത്തം ഉണ്ട്. 12-ാം തീയതി എന്ന് പറയുമ്പോ വളരെ അടുത്ത് പോയല്ലോ കണിയാരെ. അല്ല ഇത് എന്തിനാ വെച്ചിങ്ങനെ നീട്ടണേ? ഒന്നും വേണ്ടെന്ന് രാജപ്പൻ പറഞ്ഞെങ്കിലും വെറും കൈയോടെ ഇറക്കി വിടാൻ പറ്റുമോ? ഓ ഇനിയിപ്പോ നീട്ടി തന്നാ നീ എന്ത് കോപ്പ എടുത്ത് കൊടുക്കാൻ പോണത്? അച്ഛനൊന്നും മിണ്ടാതിരി. കൃഷ്ണേരനെ കണ്ടില്ലല്ലോ. ദാ അങ്ങോട്ട് കൊടുക്കും മോളെ. ചെറുക്കനെ ആദ്യം കൊടുക്ക്. രാജപ്പോ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ, ഒരു ചടങ്ങായിട്ട് കൂട്ടിയാ മതി. പെണ്ണിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. രാമുവേ കൃഷ്ണനെ എത്തിയില്ലോ. തോമസ് സാറും കൂട്ടനും പറഞ്ഞിട്ടുണ്ട്. ഈശ്വര ഇങ്ങോട്ടോ? ആ ഊര് ചുറ്റാൻ ഇറങ്ങിയതാ. വഴിയിൽ വെച്ച് എന്നെ കണ്ടു. വിവരങ്ങൾ അറിഞ്ഞപ്പോ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. വരണ്ടാന്ന് പറയാൻ പറ്റുമോ? എന്നാലും ഇവിടെ ഇരിക്കാനൊന്നും. അതൊന്നും സാരമില്ലടാ. ഇരിക്കെ, എല്ലാരും ഇരിക്കേ. സാറിന്റെ മുമ്പിൽ ഇവരിയ്ക്കുവോ? ഇതാണ് പയ്യനല്ലേ? അതെ. ഇരിക്കണോ? വേണ്ട, ഞാൻ നിന്നോളാം. സാർ ഇരുന്നാട്ടെ, എനിക്ക് എഴുന്നേക്കാൻ. അറിയാം. ഇരിക്കാനൊന്നും സമയമില്ല, ഞങ്ങളും ചുറ്റാ ഇറങ്ങിയതാ. വാസന്തിയുടെ കല്യാണ വിഷയം എന്താ ഞങ്ങളെ ഒന്നും അറിയിക്കാത്തെ? നിങ്ങളൊക്കെ വിളിക്കാന്ന് വെച്ചാ. വിഷമിക്കണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാ പിന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ഞങ്ങളിങ്ങനെ പോയപ്പോ ചുമ്മാ കയറിയെന്നേ ഉള്ളൂ. വന്ന സ്ഥിതിക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവായിരുന്നു. ആ ഞാനത് പറയാൻ നാവങ്ങോട്ട് വളച്ചതേ ഉള്ളൂ. ഞങ്ങളുടെ ചായ കുടിക്കാവോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എനിക്കങ്ങനെ ജാതിമത വ്യത്യാസമോ വലിപ്പച്ചെറുപ്പോ ഒന്നും ഇല്ലെന്ന് ഇവൻ അറിഞ്ഞൂടെ? വിനോദേ, രാമു അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാം. എന്താ? ഷോ, വാ ഇരിക്കെ. ഇരിക്ക് ജയന്തി. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ആ നിങ്ങളും ഇരിക്കേ. അപ്പോ എന്നേക്കാ കല്യാണം? തുലാം 12-ന് ഒരു മുഹൂർത്തം ഉണ്ടെന്ന് കണിയാര് പറഞ്ഞു. നന്നായി. നല്ല കാര്യങ്ങൾ നല്ല സമയത്ത് തന്നെ നടത്തണം. ദിവസം വളരെ അടുത്തുപോയി. കാര്യങ്ങൾ നടത്തി കൂട്ടുന്ന കാര്യം ആലോചിക്കുമ്പോ അതൊക്കെ നടക്കൂടാ. പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനില്ലേ ഇവിടെ. അയ്യോ, നനഞ്ഞടം കുഴിക്കുന്നത് ശരിയാണോ? കണ്ണോപ്പറേഷൻ എന്നെ ഒത്തിരി കാശാവുന്നല്ലേ സാറ് പറഞ്ഞേ. പണം ഓരോ ആവശ്യങ്ങൾക്കുള്ളതല്ലേടാ. എത്രയാന്ന് വെച്ചാ നീ പറഞ്ഞാ മതി. ഓ ദൈവ ഞങ്ങളുടെ ഇതിനെന്താ ഞാൻ ചെയ്യണ്ടേന്ന്? നിനക്ക് ചെയ്യാൻ പറ്റണത് ചെയ്താ മതി. എന്താ കൃഷ്ണേട്ട പറയണേ? കൊട്ടിപ്പാടാനല്ലാതെ എന്നെ കൊണ്ട് എന്താ പറ്റാ? അത് തന്നെയാ പറഞ്ഞേ, നല്ല അസലൊരു പാട്ടൊന്ന് പാടുക അല്ലേ തോമസ് സാറേ? ആ ബംഗ്ലാവിൽ ഒന്ന് പാടാൻ വേണ്ടി ഓർത്തോർത്ത് ഉണ്ടാക്കിയതാ. മുഴുവൻ അങ്ങോട്ട് ശരിയായിട്ടുണ്ടോന്ന് അറിയില്ല. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതൊന്നും കുഴപ്പമില്ല, നീ പാടടാ.